പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. ഇതിനു വേണ്ടി 1 കിലോ കപ്പ, 1 മുറി തേങ്ങ ചുരണ്ടിയത്, 4 പച്ചമുളക്, 7 ചുമന്നുള്ളിയുടെ 7 എണ്ണം, ഈ വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ കടുക് താളിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ പാൽക്കപ്പ തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെയാണ് കപ്പ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൽക്കപ്പയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ അതുപോലൊന്ന് നുറുക്കിയെടുക്കണം. 1-ാം പാല്, 2-ാം പാല്, പിന്നെ അതിനകത്ത് ചേർക്കേണ്ട ഐറ്റംസ് എല്ലാമാണ് ഈ ഇരിക്കുന്നത്. തേങ്ങ ചിരണ്ടിയത് കൊണ്ട് നമ്മൾ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി എടുത്തു. അതിൽ റെഡിമെയ്ഡ് പാലുള്ളവർക്ക് റെഡിമെയ്ഡ് പാല് ഉപയോഗിക്കാവുന്നതാണ്. കപ്പയിൽ നികക്ക വെള്ളം ഒഴിച്ചൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. കപ്പ നന്നായിട്ട് വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നികക്ക വെള്ളം ഒഴിക്കണം, എന്നാലേ അത് വേവത്തുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് താളിക്കാനുള്ള ഐറ്റംസ് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ അടപ്പയിൽ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് എല്ലായിടും ഒന്ന് നന്നായി വെന്ത് കിട്ടും. കപ്പ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം കപ്പയ്ക്ക് ഓരോ വേവാണ്. അപ്പം ചില കപ്പകൾ പെട്ടെന്ന് വേവും, ചിലത് കുറച്ച് താമസിച്ചേ വേവത്തുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കണം കപ്പ വെന്തോ ഇല്ലയോ എന്ന്. ചിലത് 10-15 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇതൊന്ന് പൊടിയുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ല പരുവമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 1-ാം പാലും 2-ാം പാലും ഇതിൽ ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടതൊന്ന് വരട്ടി എടുക്കാം. ഒന്ന് ഉടച്ചെടുക്കണം കപ്പ ഏകദേശം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും ഒരുപോലെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടങ്ങ് കുറുകി കിട്ടും. ഉടയാത്ത കപ്പയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉടച്ച് കൊടുക്കും.
നന്നായിട്ട് കപ്പയൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് കടുക് താളിച്ചിടാം. അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. ഉള്ളിയും വറ്റൽമുളകും പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 ആൾക്ക് സെർവ് ചെയ്യാം. സൈഡ് ഡിഷായി നമുക്ക് ആർക്കെന്താണോ ഇഷ്ടം അതനുസരിച്ച് സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. സൈഡ് ഡിഷായി ചിക്കനോ ബീഫോ മീൻ കറിയോ എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് നമുക്കിതിനകത്തിൽ ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാൽക്കപ്പ റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.